Dear students, today we are going to discuss about a new chapter in organic chemistry, aldehydes and ketones. All of you are very familiar with this aldehydes and ketones because you are already studied in your plus 2 class. So it is very simple, and you know that what is aldehyde and ketones, and which functional group is mainly present in aldehydes and ketones. You know, carbonyl group is a very important functional group in organic chemistry, and carbonyl group means endana C double bond O. So aldehydes and ketones are characterized by this functional group, and in the case of aldehyde, at least one hydrogen atom is attached to the carbonyl carbon atom, but in the case of ketone, two carbon atom is attached to carbonyl carbon atom. Okay, then ഇവിടെ നോക്കൂ, CH double bond O, this is aldehyde. Okay, yes, and this group is known as formyl group. CH double bond O is known as formyl group, but in the case of carbonyl carbon, it is connected to two other carbons. Okay, so നമുക്ക് നോക്കാം ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത്. നോക്കൂ, aldehydes contains the carbonyl group, a group in which a carbon atom has a double bond to oxygen. കാർബൺ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാർബണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C double bond O, ദിസ് ഈസ് കാർബണൽ ഗ്രൂപ്പിലെ ഓക്സിജൻ ആണ്. ഇതെന്താണ്? Carbonyl carbon ആണ്. In the case of aldehyde, this carbonyl group is connected with an oxygen, and this group is known as formyl group. Okay, but in the case of ketone, ഈ ഹൈഡ്രജന് പകരം എന്ത് വരും? ഒരു കാർബൺ വരും. ഈ R എന്ന് പറയുന്നത് കാർബൺ വരും. രണ്ടും കാർബൺസ് വരുന്നതാണ് എന്ത്? കീറ്റോൺ. ദെൻ അടുത്തത് നോക്കൂ, ദെൻ ആൽഡിഹൈഡ്സിൻ്റെ കേസിലാകുമ്പോൾ എന്താണ്? R എന്ന് പറയുന്നത് H ആവാം, ഓർ അതർ കാർബൺസ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം കീറ്റോൺസിൻ്റെ കേസിലും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ആൽഡിഹൈഡ്സ് ഈ ഹൈഡ്രജൻ ഉണ്ടാകും, ഈ ഹൈഡ്രജൻ മാറില്ല. ഓക്കെ, ഒരു ഹൈഡ്രജൻ ഫിക്സഡ് ആയിരിക്കും. ദെൻ ഇവിടെ നോക്കൂ, ഇതിൻ്റെ നോമൻക്ലേച്ചർ എല്ലാവർക്കും അറിയാം. നോമൻക്ലേച്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നോമൻക്ലേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനലി എന്താണ്? ഒരു ആൾ എന്ത് ചെയ്യും? ഇതിൽ നമ്മൾ ആഡ് ചെയ്യും ഫൈനലി. അതായത് ഒരു ആൾ, അതായത് ഇ എന്നുള്ളത് ഇപ്പോൾ ആൽക്കെയിൻ, മീതെയിൻ, അതുപോലെ തന്നെ ബ്യൂട്ടെയിൻ എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇ വെച്ചിട്ടാണ് അവസാനിക്കുക അല്ലേ. അതിന് പകരം ഇ എന്നുള്ള ആ ഒരു എന്താ പറയുക, ഇത് മാറ്റിയിട്ട് നമ്മൾ പകരം AL നമ്മൾ എന്ത് ചെയ്യും? അതിൽ ആഡ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ കാർബൺ 1 എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും. സോ ദർ ഈസ് നോ നീഡ് ഓഫ് നമ്പർ ചെയ്യേണ്ടുന്ന ഒരു ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നോക്കൂ, മെത്തനാൾ, എത്തനാൾ, അതുപോലെ പ്രൊപ്പനാൾ. ഇതിൻ്റെ കോമൺ നെയിം എന്ന് പറയുന്നത് ഫോമാൽഡിഹൈഡ്, പിന്നെ അസറ്റാൽഡിഹൈഡ്, പിന്നെ പ്രൊപ്പനാൽഡിഹൈഡ് അല്ലേ. ഓക്കെ, ദെൻ അടുത്തത് നോക്കൂ, 5-chloropentanol. So here this carbon is 1, and here this is 2, this is 3, this is 4, and this is 5. Fifth carbon ആണ് chlorine, so this name is 5-chloropentanol. And again here this is first carbon, second carbon, third carbonൽ എന്ത് വന്നു? ഫിനൈൽ ഗ്രൂപ്പ് വന്നു അല്ലേ. അപ്പോൾ അതെന്താണ്? ഫിനൈൽ എത്തനാൾ. ഓക്കെ, ഫിനൈൽ എത്തനാൾ ഓർ ഫിനൈൽ അസറ്റാനൈഡ്. സോ IUPAC നെയിമാണ്, ഇറ്റ് ഈസ് ഇനഫ് ഫോർ യു. IUPAC നെയിമാണ് നമുക്ക് വേണ്ടിയത്. കോമൺ നെയിം നമ്മൾ ലാബിലൊക്കെ, പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരിക്കലും ലാബിൽ IUPAC നെയിം ഒരിക്കലും പറയില്ല. ലാബിൽ നമ്മൾ ഫോമാൽഡിഹൈഡ്, അസറ്റാൽഡിഹൈഡ്, പ്രൊപ്പനാൽഡിഹൈഡ് അങ്ങനെ നമ്മൾ പറയുള്ളൂ അല്ലേ. നിങ്ങൾ വീട്ടിൽ നിങ്ങൾ സർനെയിമല്ലേ വിളിക്കാറ് അല്ലേ? നിങ്ങൾക്ക് അമ്മു, അപ്പു, ഉണ്ണി അല്ലെങ്കിൽ ചിന്നു എന്നുള്ള പേരൊക്കെ ഉണ്ടാകും അല്ലേ. അപ്പോൾ അമ്മയും അച്ഛനും എന്താ വിളിക്കുക? അതായിരിക്കുമല്ലോ വിളിക്കുക. അതുപോലെ നമ്മുടെ ലാബിൽ നമ്മൾ വരെ എത്തനാൾ, പ്രൊപ്പനാൾ എന്നൊന്നും നമ്മൾ പറഞ്ഞ് വിളിക്കില്ല. ആ ഫോർമാൽഡിഹൈഡ് എടുക്കൂ, അല്ലെങ്കിൽ കുറച്ച് അസറ്റാൽഡിഹൈഡ് ആഡ് ചെയ്യൂ എന്നേ നമ്മൾ പറയുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് എക്സാം പേപ്പറിൽ വി നീഡ് ദിസ് IUPAC നെയിം, ബട്ട് ഇൻ അവർ ലാബ് വി യൂസ് കോമൺ നെയിം. ഓക്കെ, ദെൻ നോക്കൂ, അടുത്തത് N-butyraldehyde or butanol. So here this is first carbon, and this is second, third, fourth. അപ്പം 4 carbons, total 4 carbon.
സോ ബ്യൂട്ടെയിൻ 4 കാർബൺ വന്നാൽ നമ്മൾ ആ ആൽക്കീനെ നമ്മൾ എന്താ വിളിക്കുക, ബ്യൂട്ടെയിൻ. ബട്ട് ഹിയർ ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ആയത് കാരണം ആൾ, അപ്പോൾ എന്താ ബ്യൂട്ടനാൾ. അതുപോലെ 3 മീഥൈൽ ബ്യൂട്ടനാൾ, 3 ബ്യൂട്ടീനാൾ, 3 ഹൈഡ്രോക്സി പ്രൊപ്പനാൾ. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്ലിസറാൽഡിഹൈഡ് കേട്ടോ. ഇതിനെ നമ്മൾ എവിടെയാണ് പഠിച്ചിട്ടുള്ളത്? 4th സെമ്മിൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ ഓപ്റ്റിക്കൽ ഐസോമറിസത്തിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഗ്ലിസറാൽഡിഹൈഡ് പഠിച്ചിട്ടുണ്ട് അല്ലേ? മറന്നുപോയി എല്ലാവരും. ഒന്ന് ഓർത്ത് നോക്കുക കേട്ടോ. സെയിം സ്ലൈഡ് തന്നെയാണ്. ദെൻ ഇവിടെ നോക്കൂ, സൈക്ലിക് റിങ്ങിൻ്റെ കേസിൽ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയിൽ കുറച്ചും കൂടി ആവശ്യം സൈക്ലിക് സ്ട്രക്ചേഴ്സാണ്, ആരോമാറ്റിക് സ്ട്രക്ചേഴ്സാണ്. സോ ഹിയർ നമ്മൾ ഇപ്പം ബെൻസീൻ ആണെങ്കിൽ, ബെൻസീൻ്റെ കാർബണിലാണ് എങ്കിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ ബെൻസീൻ ചേർത്തിട്ടാണ് ആൽഡിഹൈഡ്സ് പറയുക. സോ ഇവിടെ ഇത് ബെൻസീൻ്റെ മുകളിലാണ് ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മളിതിനെ എന്താ വിളിക്കുക? ബെൻസാൽഡിഹൈഡ്. എന്താ വിളിക്കുക? ബെൻസാൽഡിഹൈഡ്. അപ്പോൾ ഇവിടെ ബെൻസീൻ കാർബാൽഡിഹൈഡ്. ഹിയർ ദിസ് ഇസ് സൈക്ലോഹെക്സൈൻ ആണ്. സോ ഇതിനെ സൈക്ലോഹെക്സൈൻ കാർബാൽഡിഹൈഡ്. ഇതെന്താണ്? നാഫ്തലീൻ ആണ്. 2 ബെൻസീൻ റിങ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിനെ നാഫ്തലീൻ എന്നാണ് വിളിക്കുക. കേട്ടിട്ടുണ്ടോ? മൗത്ത് ബോൾസ്, പാറ്റഗുളിക. നമ്മുടെ കോക്രോച്ച് അല്ലേ, അൽമാരയിൽ കോക്രോച്ച് വരാതിരിക്കാനും വീട്ടിൽ കോക്രോച്ച് വരാതിരിക്കാനും പാറ്റഗുളിക, പണ്ടത്തെ വാഷ് ബേസിലൊക്കെ പാറ്റഗുളിക വൈറ്റ് കളറിൽ നമ്മൾ പാറ്റ മിഠായി എന്നൊക്കെ പറയും അല്ലേ, മൗത്ത് ബോൾസ് ഇടാറുണ്ട്. അതാണ് നമ്മുടെ നാഫ്തലീൻ. അതിലൊരു ബെൻസീൻ റിങ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 2 നാഫ്തലീൻ കാർബാൽഡിഹൈഡ് എന്ന് വിളിക്കും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ആസിഡ് ഉണ്ട്. കാർബോക്സിലിക് ആസിഡിൽ നമ്മൾ ആൽഡിഹൈഡ്സ് വന്നു കഴിഞ്ഞാൽ ആ ആസിഡ് IC ആസിഡ്, കാർബോക്സിലിക്കിൻ്റെ IC ആസിഡ് റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ ആൽഡിഹൈഡ് വെച്ചിട്ട്, അതായത് കാർബാൽഡിഹൈഡ് അങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കൂ, ദിസ് ഇസ് മെത്തനോയിക് ആസിഡ്, എത്തനോയിക് ആസിഡ്, പ്രൊപ്പനോയിക് ആസിഡ്, അതുപോലെ തന്നെ ഫോമിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ബ്യൂട്ടറിക് ആസിഡ്, വാലറിക് ആസിഡ് ഒക്കെ ഉണ്ട് അല്ലേ? പക്ഷേ അവിടെ നമ്മൾ ആൽഡിഹൈഡ്സ് ഗ്രൂപ്പ് വന്നാലോ, ഫോമിക് ആസിഡ് എന്നുള്ളതിൻ്റെ IC മാറ്റിയിട്ട് ഫോർമാൽഡിഹൈഡ്. ഫോമിക് ആസിഡ് നോക്കൂ, ഫോമിക്കിൻ്റെ IC ആസിഡ് നമ്മൾ മാറ്റിയിട്ട് ആൽഡിഹൈഡ്, ആൽഡിഹൈഡ് ചേർത്ത് കൊടുത്തു, അസറ്റാൽഡിഹൈഡ്, പ്രൊപ്പനാൽഡിഹൈഡ്. ഓക്കെ, ഇനി ഈ നോമൻക്ലേച്ചറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ലൊക്കേഷനെ സ്പെസിഫൈ ചെയ്യുക എന്നുള്ളത്. സോ സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ലൊക്കേഷൻസ് ആർ സ്പെസിഫൈഡ് ബൈ യൂസിങ് ഗ്രീക്ക് ലെറ്റേഴ്സ്, ദാറ്റ് ഇസ് ആൽഫ, ബീറ്റ, ഗാമ. നിങ്ങൾക്ക് അറിയാം ആൽഫ കാർബൺ എന്താ, ബീറ്റ കാർബൺ എന്താ, ഗാമ എന്താ, ഡെൽറ്റ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. സോ സബ്സ്റ്റിറ്റ്യൂവൻസ് നമ്മൾ പറയുന്ന ഈ ആൽഡിഹൈഡ്സിൽ ബാക്കിയൊക്കെ സിമ്പിളാണ്. ബട്ട് ദിസ് ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ വരെ നമ്മൾ പോവാറില്ല. കോമൺലി വി യൂസ് ആൽഫ, ബീറ്റ, അൺസാച്ചുറേറ്റഡ് കീറ്റോൺസ്. ഓക്കെ, അപ്പോൾ അൺസാച്ചുറേറ്റഡ് ഓർ സാച്ചുറേറ്റഡ് കീറ്റോൺ. സോ ഹിയർ നോക്കൂ, ഇതാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പിന് തൊട്ടടുത്ത് വരുന്ന കാർബണിന് നമ്മൾ ആൽഫ എന്ന് വിളിക്കും. ആ ആൽഫയുടെ തൊട്ടടുത്ത് വരുന്നുള്ള കാർബണിനെ ബീറ്റ എന്ന് വിളിക്കും. ബീറ്റയുടെ തൊട്ടടുത്ത് വരുന്നുള്ളത് ഗാമ, ഗാമയുടെ നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഡെൽറ്റ. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂവൻസ് ഗാമയിലാണ് വരുന്നതെങ്കിൽ ഗാമ വെച്ചിട്ട് പറയും. അപ്പോൾ ഇത് സ്ട്രക്ചർ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇസ് 4, 1 2 3 4. ആൻഡ് ഹിയർ ഒരു ബ്രോമിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അത് ഏത് കാർബണിലാണ്? ബീറ്റ കാർബണിലാണ്. സോ ബീറ്റ ബ്രോമോ ബ്യൂട്ടിറാൽഡിഹൈഡ്. 4 കാർബൺസ് വന്നു കഴിഞ്ഞാൽ വി കോൾ ഇറ്റ് ആസ് ബ്യൂട്ടിറാൽഡിഹൈഡ്. സോ ബീറ്റ ബ്രോമോ ബ്യൂട്ടിറാൽഡിഹൈഡ്. ആൻഡ് അനദർ എക്സാമ്പിൾ ഈസ് ഹിയർ 5 കാർബൺസ് ആർ present. So 5 carbons ആണെങ്കിൽ we call it as valeraldehyde. What is it? Valeraldehyde. And here an OH group is connected to this gamma position, so we call it as gamma hydroxy valeraldehyde. What is it? Gamma hydroxy valeraldehyde. And here also gamma position ഒരു എന്താ പറയുക, ഒരു ഫിനൈൽ ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. സോ ആൽഫ ഫിനൈൽ അസറ്റാൽഡിഹൈഡ്, ആൽഫ ഫിനൈൽ അസറ്റാൽഡിഹൈഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് കീറ്റോൺസ്. കീറ്റോൺസ് എന്ന് പറയുമ്പോൾ bonded to 2 carbon atom. The carbon atom in the carbonyl group is bonded to 2. കാർബണൈൽ കീറ്റോൺസിൻ്റെ കേസിൽ ഒരു കാർബണൈൽ ആറ്റത്തിൻ്റെ 2 വാലൻസീസിലും 2 കാർബൺ ആറ്റം വരും. നമുക്ക് നോക്കാം. ലൈക്ക് ദിസ് കണ്ടോ, ആൽഡിഹൈഡ്സിൻ്റെ കേസ് ആണെങ്കിൽ ഇവിടെ ഒരു ഹൈഡ്രജൻ വന്നേനെ. പക്ഷേ ഇൻ ദ കേസ് ഓഫ് കീറ്റോൺ ഹിയർ
In the case of ketone, in the case of ketone, here are both are two carbons. Okay, for example, example kando. This is CH3COCH3. Here this functional group is connected to two carbon atoms on both sides. So ഇതിൻ്റെ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൽക്കെയിനെ മാറ്റിയിട്ട് നമ്മൾ എന്താക്കി മാറ്റും, ONE1 ചേർക്കും, പ്രൊപ്പെയിൻ എന്നുള്ളത് മാറ്റിയിട്ട് പ്രൊപ്പനോൺ. ഓക്കെ, പ്രൊപ്പനോൺ ആക്കും. അപ്പോൾ ഇവിടെ നോക്കൂ, ദിസ് ഇസ് പ്രൊപ്പെയിൻ, CH3CH2CH3. സോ ഹിയർ this is C double bond O CH3. So total number of carbon atom is 3. So this is propanone. This is the simplest ketone, propanone. Okay, yes. അതുപോലെ തന്നെ കാർബണൽ ഗ്രൂപ്പ് നമ്മൾ ആൽഡിഹൈഡ്സ് ചെയ്ത് അതേമാതിരി തന്നെയാണ് സ്മോളസ്റ്റ് നമ്പർ ഫങ്ഷണൽ ഗ്രൂപ്പിന് കിട്ടണം. അത് നമ്പർ ചെയ്യേണ്ട കാര്യമില്ല, പക്ഷെ മനസ്സിലാക്കി വെക്കുക, ഫങ്ഷണൽ ഗ്രൂപ്പിനായിരിക്കണം സ്മോളസ്റ്റ് നമ്പർ വരേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ ഇനി ഇതിൻ്റെ കേസിൽ നമ്മൾ നമ്പറിങ് കൊടുക്കുന്ന സമയത്ത് സ്മോളസ്റ്റ്, ഇത് നിങ്ങൾക്കറിയാം, റോളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഈ രണ്ട് സൈഡിലും എന്തുണ്ട്, കാർബൺസ് ഉണ്ട്. അപ്പം നമ്മൾ എവിടെ നിന്ന് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യണം? ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഏത് സൈഡിലാണോ ലോവസ്റ്റ് നമ്പർ തുടങ്ങുന്നത്, അതായത് ഇതിനായിട്ട് ക്ലോസ് ആയിട്ട് ലോവസ്റ്റ് നമ്പർ ഏത് സൈഡിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്ന് വേണം നമ്പറിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. സോ ഹിയർ ദിസ് വെൻ വി കൺസിഡർ ദിസ് സൈഡ് 1 2 3 carbons are present. When we take this side here 1 2 carbons are here. So ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഉള്ളത് ഈ സൈഡാണ്. സോ we start numbering with this side, that is 1 2 3 4 5 6. അപ്പോൾ ഏറ്റവും കുറവുള്ളത് ഈ സൈഡ് ആയത് കാരണം നമ്മൾ ഈ സൈഡിന് എന്ത് ചെയ്യണം, നമ്പറിങ് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയുക, ഇതിൻ്റെ നെയിം എന്ന് പറയുന്നത്, അപ്പം ഇതെന്താണ്, മീഥൈൽ ഈഥൈൽ കീറ്റോണാണ്. കാരണം ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പുണ്ട്, ഇവിടെ ഒരു ഈഥൈൽ ഗ്രൂപ്പുണ്ട്. സോ മീഥൈൽ ഈഥൈൽ കീറ്റോൺ, നമ്മൾ ലാസ്റ്റ് ഒരു കീറ്റോൺ എന്നുള്ളത് ഇതാക്കി എന്താ പറയുക അറേഞ്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ ആൽഫബറ്റിക് ഓർഡറിലേ പറയാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, പക്ഷേ ഈ ആണ് ആൽഫബറ്റിൽ ഫസ്റ്റ് വരുന്നത്. സോ ദിസ് ഇസ് ഈഥൈൽ മീഥൈൽ കീറ്റോൺ. അങ്ങനെ കുറേ നെയിംസ് ഉണ്ട്, നിങ്ങൾ നോക്കുക കേട്ടോ. ഈഥൈൽ മീഥൈൽ കീറ്റോൺ, ഡൈഈഥൈൽ കീറ്റോൺ, മീഥൈൽ പ്രൊപ്പൈൽ കീറ്റോൺ, ഇതിൻ്റെയൊക്കെ IUPAC നെയിമും ഇട്ടിട്ടുണ്ട്, കോമൺ നെയിമും ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കുക കേട്ടോ. യെസ്, അതുപോലെ കുറേ ഉണ്ട്, സെയിം സ്ലൈഡാണ്. അതുപോലെ തന്നെ സൈക്ലിക് കീറ്റോൺ ഉണ്ട്. സൈക്ലിക് കീറ്റോണിൽ ഞാൻ പറഞ്ഞു എല്ലാ കേസിലും സൈക്ലിക് കീറ്റോൺസിൽ കാർബണാണ് ഫസ്റ്റ് നമ്പർ ചെയ്യുക. പക്ഷേ ആലിസൈക്ലിക് ആലിഫാറ്റിക് കോമ്പൗണ്ട്സിൽ കാർബണൽ ഗ്രൂപ്പിൻ്റെ ഏത് സൈഡിലാണോ ലോവസ്റ്റ് നമ്പർ ചെയിൻ സ്റ്റാർട്ട് ചെയ്യണത് അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യണം. അതിലൊരു കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടോ, ഈ ഗ്രൂപ്പിനും ഫങ്ഷണൽ ഗ്രൂപ്പിനും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, നമ്പറിങ് കൊടുക്കണം. ഓക്കെ, ദെൻ സൈക്ലിക് കീറ്റോൺ ഉണ്ട്, സൈക്ലോഹെക്സനോൺ, 4 methyl cyclohexanone. Here 1 2 3 4 5 6. അപ്പോൾ 4 methyl cyclohexanone. ആൻഡ് ഹിയർ ഫിനൈൽ ഇഥനോൺ, ഡൈഫിനൈൽ മെത്തനോൺ. ഇതൊക്കെ നിങ്ങൾ നോക്കുക കേട്ടോ, എക്സാമ്പിൾസൊക്കെ നിങ്ങൾ നോക്കുക. ദെൻ ഇതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നിങ്ങൾ നോട്ട് ചെയ്യുക, ഞാൻ കുറച്ച് നല്ല പോയിൻറ്റ്സ് ആണ്. അപ്പം നോക്കുക, ഇതിൽ ഓക്സിജൻ ഇസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ കാർബൺ. ഓക്സിജൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി 3.5 ആണ്, കാർബൺ 2.5 ആണ്. അതുപോലെ C ഡബിൾ ബോണ്ട് O എന്ന് പറയുന്നത് എന്താണ്, പോളാറാണ്. അപ്പോൾ ഇതിന് എന്താണ്, കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സ് പറ്റും, അതായത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും ഇലക്ട്രോണിന്, അല്ലേ? യെസ്. അടുത്തത് നോക്കൂ, സെയിം തന്നെയാണ്. അതുപോലെ തന്നെ കീറ്റോൺസ് ആർ പോളാർ ഡ്യൂ ടു ദിസ് C ഡബിൾ ബോണ്ട് O bonds and therefore have stronger intermolecular forces than hydrocarbons, making their boiling points higher. ആ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യണം. കീറ്റോൺസിന് എന്താണ്, പോളാർ ആണ് ഡ്യൂ ടു ദിസ് C ഡബിൾ ബോണ്ട് O bond and therefore have stronger intermolecular forces than hydrocarbons, making their boiling points. ഓക്കെ, അത് നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ, കാരണം അത് പോളാർ ആയതുകൊണ്ടാണ് അതിന് ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് കൂടുതൽ, അല്ലേ? അതുകൊണ്ടാണ് അതിന് എന്ത്, ബോയിലിംഗ് പോയിൻറ്റ്സ് മറ്റ് ഹൈഡ്രോകാർബൺസിനേക്കാളും കൂടാൻ കാരണം.
ഓക്കെ, ദെൻ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് നമുക്ക് അടുത്ത കേസിൽ അടുത്ത വീഡിയോയിൽ സ്ക്രീൻ റെക്കോർഡിങ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ബേസിക് കോൺസെപ്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ.